നമസ്തേ സബ്കോ സ്വാഗത്. നമ്മൾ കനുപ്രിയയുടെ മഞ്ജരി പരിണയ എന്ന് പറയുന്ന ഖണ്ഡത്തിലെ രണ്ടാമത്തെ ഗീതമായ ആമ്രബൗർക്ക അർത്ഥം എന്നുള്ളതിലെ പകുതി ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കിയാണ് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസം. അത് നമുക്ക് നോക്കാം. സുനോ മേരെ മിത്ര യഹ് ജോ മുജ്മേം इसे उसे तुम्हें अपने को कभी कभी न समझ पाने की नादानी है ना. इसे भी रोको मत, होने दो, वह भी एक दिन होकर रीत जाएगी. यहाँ आम्र मंजरी का अर्थ, आम्र बौर का अर्थ राधा समझ नहीं सका. राधा कनु से अपने पागलपन और मूर्खता के बारे में याद कराते हैं. राधा कृष्ण से या कनु से अपने पागलपन और मूर्खता के बारे में याद कराते हैं. राधा कहती है मैं नादानी हूँ. നാദാനി എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൾ, അറിവില്ലാത്തവൾ, മൂർഖത എന്നുള്ള അർത്ഥം. നാദാനി ഇന്നസെൻസ് എന്നുള്ള അർത്ഥമുണ്ട്. यहाँ राधा अपने प्रिय मित्र कनु से कहते हैं सुनो मेरे मित्र मैं नादानी हूँ. कभी अपने को, तुम्हें या तुम्हारे रहस्यपूर्ण संगीत को समझ न सकती. രാധ പറയാണ് ഞാൻ വിവരമില്ലാത്തവളാണ്, അറിവില്ലാത്തവളാണ്, നിഷ്കളങ്കയാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് എന്നെ തന്നെ, നിന്നെയും നിൻ്റെ രഹസ്യമയമായിട്ടുള്ള സൂചനകൾ, ഇതിൻ്റെ എല്ലാം അർത്ഥം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇസേ ബി രോക്കോമത്ത്, ഇസേ എന്ന് പറയുന്നത് ഇസ് നാദാനി കോ ബി രോക്കോമത്ത്. इस प्रकार की मूर्खता या नादानी रोकोमत होने दो, നാദാനി ഹോനെ ദോ, മൂർഖത ഹോനെ ദോ. രാധ പറയാണ് എനിക്ക് ചിലപ്പോഴൊക്കെ നീ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇത് ഇസേ ബി റോക്കോമത്ത്, ഇസേ നഹി റോക്കന ചാഹിയേ, ഈ നാദാനിക്കോ റോക്കന ചാഹിയേ, എൻ്റെ പൊട്ടത്തരം, എൻ്റെ വെഡിത്തരം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വിവരമില്ലായ്മ, ഇത് നീ ഒരിക്കലും തന്നെ തടയരുത്. ഉസേ ഹോനെ ദോ, അത് ആ നാദാനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂർഖത, അത് ചെയ്യാനായിട്ട് അനുവദിക്കാനാണ് രാധ പറയുന്നത്. നാദാനി സേ ബി രോക്കോമത്ത് ഉസേ ഹോനെ ദോ വഹ് ബി ഏക് ദിൻ ഹോക്കർ റീച്ച് ജായേഗി. അവൾ പറയാണ് വഹ് ബി ഇസ് നാദാനി ബി, ഈ വിഡ്ഢിത്തം അല്ലെങ്കിൽ മൂർഖത എന്ന് പറയുന്നത് ഏക് ദിൻ ഹോക്കർ റീച്ച് ജായേഗി, ഒരു ദിവസം അതും ശൂന്യമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു രാധയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ രാധയിലേക്ക് എത്താനുള്ള മാർഗമാണെന്നാണ് പറയുന്നത്. ആ മാർഗം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതില്ലാതെ ഒന്ന് ശൂന്യമായി തീരും എന്ന് പറയുന്നത്. ഈ ആമ്രബൗർക്ക ഇതിൽ ആമ്രബൗർ എന്ന് പറയുന്നത് രാധയ്ക്ക് പവിത്ര മാങ്കാണെന്ന് പറയുന്നുണ്ട്. അതും അവസാനം ഇല്ലാതെയാകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ വിഡ്ഢിത്തം എന്ന് പറയുന്നത്, എൻ്റെ വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ദിവസം അതും ഇല്ലാതായിട്ട് തീരും. हमारे मिलन में जिस प्रकार मेरा हर अंग रीत गया है, मेरी मांग बढ़कर रीत गई है, उसी प्रकार यह मूर्खता भी एक दिन रीत जाएगी. രാധ പറയണ നമ്മുടെ കൂടിക്കാഴ്ചയിൽ എങ്ങനെയാണോ എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇല്ലാതായത്, അതുപോലെ തന്നെ എൻ്റെ പവിത്രമായ സിന്ദൂരരേഖ അതും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഈ മൂർഖത എന്ന് പറയുന്നതും ഈ നാദാനി എന്ന് പറയുന്നതും ഒരു ദിവസം ഇല്ലാതെയാവും. അപ്പോൾ അത് പോകുന്ന പോലെ പോട്ടെ, ചെയ്യാൻ അനുവദിക്കാനാണ് രാധ അവിടെ കണ്ണനോട് പറയുന്നത്. और मान लो न भी रीते मैं ऐसी ही बनी रहूं तो क्या. और मान लो न भी रीते, ഇപ്പം അത് ശൂന്യമായില്ലെങ്കിൽ उसमें बुराई क्या है, उसका दोष क्या है, അത് ശൂന്യമായില്ല, അതിൽ നഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ദോഷമാണുള്ളത്. मैं ऐसी ही बनी रहूं तो, मैं ऐसी पागल बनी रही तो, ഞാനിനി അതുപോലെ തന്നെ പൊട്ടിപ്പെണ്ണായിട്ട് നിൽക്കുകയാണെങ്കിലും തോ ഉസ്മേ ബുരായി ക്യാ ഹി, അതിലെന്ത് മോശമാണുള്ളത്, എന്ത് ദോഷമാണുള്ളത്. അപ്പോൾ ചിലപ്പോൾ അത്
ഈ നാദാനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാതെയാവാം, ചിലപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും, ഞാൻ പാകൽപ്പൻ ആ പൊട്ടിപ്പെണ്ണായിട്ട് തന്നെ ഞാനിരിക്കും, അതിനിപ്പോൾ എന്താണ് കുഴപ്പമെന്നാണ് രാധ കണ്ണനോട് ചോദിക്കുന്നത്. ഇസ് പാഗൽപ്പൻ മേ ബി ഏക് പ്രകാർ കാ മാധുര്യ ഹേ ജോ വിചിത്ര ഹേ. ഈ പൊട്ടത്തരത്തിൽ എന്തുണ്ടെന്ന് പറയുന്നത്, അതിൽ ഒരു മാധുര്യമുണ്ട്, അത് വളരെ വിചിത്രമായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത്. मेरे हर बावलेपन पर कभी खिन्न होकर, कभी अनबोला ढालकर, कभी हंसकर, तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ूं क्यों करूँगी, बार बार नादानी करूँगी, तुम्हारी मुँह लगी जिद्दी नादान मित्र भी तो हूँ ना. मेरे हर बावलेपन, ബാവലേപ്പൻ എന്ന് പറഞ്ഞാൽ പാകൽപ്പൻ, മൂർഖത എന്നുള്ള അർത്ഥം. ബാവലേപ്പൻ എന്ന് പറഞ്ഞാൽ പാകൽപ്പൻ അല്ലെങ്കിൽ മൂർഖത എന്നുള്ള അർത്ഥം. ഖിന്ന് ഹോന എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, ഖിന്ന് എന്ന് പറഞ്ഞാൽ ദുഃഖ്. അൻപോല എന്ന് പറഞ്ഞാൽ സംസാരിക്കാതെ പിണങ്ങിയിരിക്കുക, അൻപോല എന്ന് പറഞ്ഞാൽ സംസാരിക്കാതെ. താൻകർ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുക. കസ്കർണ എന്ന് പറഞ്ഞാൽ ഗാഠമായിട്ട്, കസ്കർണ ഗാഠമായിട്ട്. ബേസുദ് കർദേന എന്ന് പറഞ്ഞാൽ ബേഹോഷ് കർദേന, ബോധരഹിതയാക്കുക. തുമാരി മുഹ് ലഗി, മുഹ് ലഗി എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ, എന്ത് ചോദിച്ചാലും അതിനെ ഉറക്കെ മറുപടി പറയുന്ന. ജിദ്ദി എന്ന് പറഞ്ഞാൽ ശാഠ്യക്കാരി, വാശിക്കാരി. മേരെ ഹർ ബാവലേപ്പൻ പർ കബി ഖിन्न होकर, കബി അൻപോല ടാൻകർ, കബി ഹസ്കർ. എന്താ പറയുന്നത്, മേരെ ഹർ പാഗൽപ്പൻ പർ തും यहाँ कृष्ण कनो कभी खिन्न होते हैं, कभी दुखित हो रहे हैं, कभी अनबोला ठान कर, कभी रूठ कर अनबोला करके बैठते हैं. ചില സമയത്ത് അവളുടെ പൊട്ടത്തരം കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നുണ്ട് കണ്ണന്. കബി അൻപോല ടാൻകർ, ചില സമയത്ത് പിണങ്ങി മിണ്ടാതെ മാറിയിരിക്കുന്നുണ്ട്. കബി ഹസ്കർ, ചിലപ്പോൾ ചിരിച്ചുകൊണ്ട്. അപ്പന പ്യാർ പ്രകട കർത്തേ ഹോ, അവളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിൽ ചില സമയത്ത് ദുഃഖം തോന്നുന്നുണ്ട്, ചില സമയത്ത് പിണങ്ങി മാറിയിരിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്, ചില സമയത്ത് വളരെ ചിരിച്ചുകൊണ്ട് ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. തും ജോ പ്യാർ സേ അപ്നി ബാഹോं में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ूं क्यों करूँगी. तुम जो प्यार से अपनी बाहों में, बाह എന്ന് പറഞ്ഞാൽ ഹാത്ത്, तुम जो प्यार से अपनी बाहों में कसकर, बाहों में भरकर आलिंगन करते थे या खींच लेते थे और वह बेहोश कर देते हो. നിൻ്റെ സ്നേഹം കൊണ്ട്, നിൻ്റെ പ്രണയം കൊണ്ട് നീ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട്, अपनी बाहों में आलिंगन करके മുझे ബേസുദ് കർ ദേത്തെ ഹോ, നീ എന്നെ ബോധരഹിതയാക്കാറില്ലേ. ഉസ് സുഖ കോ മേം ചോടും ക്യോം കരൂങ്കി, ഉസ് സുഖ കോ, ആ സുഖത്തെ മേം ക്യോം ചോട് ദൂങ്കി, ഞാൻ എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചാലും, എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിൽ നിന്നൊക്കെ പല രൂപത്തിൽ, പല ഭാവത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്, പിണങ്ങിയിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഗാഠമായിട്ട് ആലിംഗനം ചെയ്തുകൊണ്ട് എന്നെ നീ ബോധരഹിതയാക്കുകയില്ലേ. ഉസ് സുഖക്കോമേ ചോടും ക്യോം കരുകി, ഈ സുഖത്തെ ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്. ഉസ് സുഖക്കോ മേം ക്യോം ചോടുങ്കി. മൂർഖതാ കെ കാരൻ മിൽനെ വാലെ ഇസ് സുഖക്കോ മേം ക്യോം ചോട് ദൂങ്കി. അതായത് ഈ വിഡിത്തം കാരണം അല്ലെങ്കിൽ ഈ പാഗൽപ്പൻ കെ കാരൻ മിൽനെ വാലെ ഇസ് സുഖക്കോ, അതിൽ നിന്ന് കിട്ടുന്ന ഈ സുഖത്തെ ഞാൻ എന്തിനു ഉപേക്ഷിക്കണം. ബാർ ബാർ നാദാനി കരുങ്കി, തുമാരി മുഹ് ലഗി ജിദ്ദി നാദാൻ മിത്ര ബി തോ ഹും നാ. मैं बार बार നാദാനി കരുങ്കി, मैं बार बार മൂർഖത കരുങ്കി. ഞാൻ ഇനി വീണ്ടും വീണ്ടും ഓരോ വിഡ്ഢിത്തരങ്ങൾ കാണിക്കും, ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കും. മൂർഖത കരുങ്കി, നാദാനി കരുങ്കി. തുമാരി മുഹ് ലഗി, മുഹ് ലഗി എന്ന് പറഞ്ഞാൽ നിൻ്റെ ധിക്കാരിയായ, ജിദ്ദി ശാഠ്യക്കാരിയായ, നാദാൻ മിത്ര ഹൂംന, നിൻ്റെ നിഷ്കളങ്കയായ, വിഡ്ഢിയായിട്ടുള്ള, ശാഠ്യക്കാരിയായിട്ടുള്ള, ധിക്കാരിയായിട്ടുള്ള കൂട്ടുകാരിയല്ലേ ഞാൻ എന്നാണ് രാധ പറയുന്നത്. ഇസ്ലിയെ മേ ബാർ ബാർ നാദാനി കരുങ്കി, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഇതുപോലെ ഓരോന്ന് കാണിക്കുമെന്നാണ് പറയുന്നത്.
आज इस निवृत्त एकांत में तुमसे दूर पड़ी हूँ मैं, और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देह लदा के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं, और दर्द उस लिपि के अर्थ खोल रहा है जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी. ആജ് ഇസ് നിബൃദ്, നിബൃദ് എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ടുള്ള നിർജ്ജനമായിട്ടുള്ള ജനവാസമില്ലാത്ത. ആജ് ഇസ് നിബൃദ് ഏകാന്ത് മേ, ആജ് ഇസ് നിശ്ചൽ യാ നിർജ്ജൽ ഏകാന്ത് മേ അക്കേലി ഹൂം, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. രാധയുടെ പശ്ചാത്താപത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹാ രാധ കെ പശ്ചാത്താപ് ക പ്രസംഗ് ഹെ, ഇവിടെ പശ്ചാത്താപത്തെക്കുറിച്ചുള്ള ഭാഗമാണ് പറയുന്നത്. രാധ പറയണേ ആജിസ് നിവൃത് ഏകാന്ത് മേ അക്കേലി ഹൂം, ഈ ഏകാന്തമായ ഈ പ്രദേശത്ത് ഞാനിന്ന് ഒറ്റയ്ക്കാണ്. തുംസേ ദൂർ പടി ഹും മേ തുംസേ ദൂർ പടി ഹും, ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ആ വിരഹത്തിൻ്റേതായുള്ള വേദനയാണ് ഇവിടെ പറയുന്നത്. और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देह लदा के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं. टीस रहा എന്ന് പറഞ്ഞാൽ ദർദ് കർണ, വേദനിക്കുക എന്നുള്ള അർത്ഥം. കസാവ് എന്ന് പറഞ്ഞാൽ ആലിംഗനം, മരിഞ്ഞു മുറുക്ക്, ആലിംഗനം. പ്രഗാഡ് എന്ന് പറഞ്ഞാൽ ഗഹരെ, വളരെ കനത്ത, ഡീപ്പായിട്ടുള്ള. और इस प्रगाढ़ अंधकार में तुम्हारे सामीप्य के लिए मेरा शरीर आकुल हो रहा है. ഈ കനത്ത അന്ധകാരത്തിൽ നിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ശരീരം വളരെയധികം ആകുലമായിക്കൊണ്ടിരിക്കുകയാണ്, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. തുമാരെ ചന്ദൻ കസാവ് കെ ബിന മേരി ദേഹലത കെ ബഡേ ബഡേ ഗുലാബ് ധീരെ ധീരെ ടീസ് രഹേ ഹേ. തുമാരെ ചന്ദൻ ആലിംഗൻ കെ ബിന, തുമാരെ ചന്ദൻ ഗന്ധി ഹാത്തോം കെ ആലിംഗൻ കെ ബിന മേരി ദേഹലത കെ, എൻ്റെ ശരീരമാകുന്ന, ദേഹലത എന്ന് പറഞ്ഞാൽ ശരീർ രൂപി ലത, ശരീരമാകുന്ന വള്ളി, എൻ്റെ ശരീരമാകുന്ന വള്ളിയിൽ ബഡേ ബഡേ ഗുലാബ് ധീരെ ധീരെ ടീസ് രഹേ ഹേ, എൻ്റെ ആലിംഗനമില്ലാത്തത് കൊണ്ട് എൻ്റെ ശരീരമാകുന്ന ആ വള്ളിയിൽ വലിയ വലിയ പൂക്കൾ, റോസാപ്പൂക്കൾ ധീരെ ധീരെ ടീസ് രഹേ ഹേ, അതെന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കനത്ത അന്ധകാരത്തിലും എന്താണ് ഇവിടെ രാധ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? നിൻ്റെ സാമീപ്യത്തെയാണ് അവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആലിംഗനമില്ലാതെ അവൾ വേദനിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. यहाँ आम्र मंजरी से राधा की मांग भरने का संकेतार्थ न समझने के कारण कानू राधा से रुट गया है. ഇവിടെ ആമ്രമഞ്ചരി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് തന്നെ രാധയ്ക്ക് മാങ്ക് പറഞ്ഞൊക്കെ സങ്കേതാർത്ഥ്, അവിടെ രാധയുടെ സിന്ദൂര രേഖയിൽ സീമന്തരേഖ നിറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത കാരണം ഇവിടെ രാധയുമായിട്ട് പിണങ്ങി അകന്നിരിക്കുകയാണ് ആര്? കൃഷ്ണൻ, കണ്ണൻ ഇവിടെ പറയണേ. അപ്പോൾ രാധ പറയണേ, ഈ കനത്ത അന്ധകാരത്തിലും ഞാൻ നിൻ്റെ സാമീപ്യമാണ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ആലിംഗനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേദനിക്കുകയാണ്. എൻ്റെ ശരീരമാകുന്ന ഈ വള്ളിയിലെ പൂക്കൾ വേദനിക്കുകയാണ്. और दर्द उस लिपि के अर्थ खोल रहा है, खोल रहा है എന്ന് समझ रहा है, समझ रहा है. और उस दर्द उस लिपि के अर्थ, എന്താണ് അതിൻ്റെ അർത്ഥം, ഈ വേദന എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. मेरी शरीर रूपी लता के बड़े बड़े गुलाब तुम्हारे चंदन के समान शीतल आलिंगन के बिना धीरे धीरे दर्द का അനുഭവ कर रहा है. ഇവിടെ പറയണേ, എൻ്റെ ആലിംഗനമില്ലാതെ ശരീരത്തിലെ ഓരോ അവയവവും ഇവിടെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് രാധ പറയുന്നത്. जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी, तुमने आम्र मंजरियों के അക്ഷരോ മേ, നീ മാമ്പൂവാകുന്ന അക്ഷരം കൊണ്ട്, ആമ്രമഞ്ചരിയും രൂപി അക്ഷരോമേ, മാമ്പൂവാകുന്ന അക്ഷരം കൊണ്ട് മേരി മാങ്ക് പർ ക്യാ ലിഖ് ദീ തീ, എൻ്റെ സിന്ദൂർ രേഖയിലെ എന്താണോ നീ എഴുതിയിരുന്നത്, ഉസ്കാ അർത്ഥ് മേ സമജ് സക, അതിൻ്റെ അർത്ഥം എനിക്ക് എന്താണെന്നിപ്പോൾ മനസ്സിലായി. എഴുതിയതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന്, ആ ലിപിയുടെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നാണ് രാധ പറയുന്നത്. मेरी मांग को आम्रमंजरी से भरकर तुम हम दोनों की भिन्नता दूर करना चाहते थे. അപ്പോൾ ഇവിടെ രണ്ടുപേരും അകന്നാണ്, പിണങ്ങി മാറിയിരിക്കുകയാണ്. അതായത് കണ്ണനെ കാണാനായിട്ട് രാധ ചെന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ രണ്ടുപേരും നമ്മൾ അകലം, ഇവിടെ
ഒറ്റയ്ക്കിരുന്ന് വിരഹവേദനയിൽ രാധ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൃഷ്ണനാണെങ്കിൽ വളരെ അകലെയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ അന്തരം ഇല്ലാതാക്കാനായിട്ട്, ആ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മേരി മാങ് കോ ആമ്ര മഞ്ജരി സെ ബർക്കർ തും ഹം ദോനോ की भिन्नता दूर करना चाहते थे. मुझे अपनी बाहों में कसकर ആലിംഗൻ സെ പ്രേം ബേസുദ് കർണ ചാഹത്തെ थे. എൻ്റെ ആലിംഗനം കൊണ്ട് എന്നെ ബോധരഹിതയാക്കാനായിട്ട് നീ ആഗ്രഹിച്ചിരുന്നു. ശരീര രൂപി ലതാ के अंगों के दर्द ने इस अर्थ के बारे में याद दिलाया है, लेकिन मुझे ये समझ में नहीं ആ സഖ. പക്ഷെ അതെനിക്കന്ന് എന്താണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ സൂചന എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ എനിക്ക് അത് ആ ആമ്രമഞ്ജരിയും രൂപി അക്ഷരമേ ലിഖി ഹുയി ഈ ബാത്തോം കെ ബാരേമേ സ്കാർത്ത് കെ ബാരേമേ മേ സമജ് സക. ഇപ്പം അതെനിക്ക് മനസ്സിലായി. आम के बोर की महक तुर्स होती है. तुमने अक्सर मुझ में डूब डूब कर कहा है कि वह मेरी तुलसी है जिसे तुम मेरे व्यक्तित्व में विशेष रूप से प्यार करते हो. आम के बोर की महक तुर्स है. महक മുന്നേ വന്നിട്ട് സുഗന്ധം. തുർസ് എന്ന് പറഞ്ഞാൽ തീഖി എന്നുള്ള അർത്ഥമാണ്. തീക്ഷ്ണമായിട്ടുള്ള സുഗന്ധം. തീഖി സുഗന്ധ, തീക്ഷ്ണമായിട്ടുള്ള സുഗന്ധം, തീഖി. തുർസി എന്ന് പറഞ്ഞാൽ തീക്കാപ്പൻ, തീക്ഷ്ണത. ആം കെ ബോർ കി മഹക്, ആം കെ ബോർ കി സുഗന്ധ് തീക്കി ഹോത്തി ഹേ. ഈ മാമ്പൂവിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായിട്ടുള്ള സുഗന്ധമാണ്, ഗന്ധമാണ്. തുമ്നെ അക്സർ മുജ്മേ ഡൂബ് ഡൂബ് കർ കഹാ ഹേ വഹ് മേരി തുർസി ഹേ. തുമ്നെ അക്സർ, അക്സർ എന്ന് പറഞ്ഞാൽ പ്രായഃ, നീയെ മിക്കവാറും മുജ്മേ ഡൂബ് ഡൂബ് കർ കഹാ ഹേ, എന്നിൽ ലയിച്ച് ചേർന്നുകൊണ്ട് നീ എന്നോട് പറയാറുണ്ടായിരുന്നു വഹ് മേരി തുർസി ഹേ വഹ് മേരി തീക്കാപ്പൻ ഹേ. അത് നിൻ്റെ തീക്ഷ്ണതയാണെന്ന് പറയാറുണ്ട്. അതായത് ആമ്രമഞ്ജരിക്ക് തീക്കാപ്പൻകോ മേരി തീക്കാപ്പൻ പത്തായ ഹേ. ആമ്രമഞ്ജരിക്ക് തീക്ഷ്ണതാക്കോ മേരി തീക്ഷ്ണത ബത്തായി ഹേ. അങ്ങനെ ആ മാമ്പൂവിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത്, തീക്ഷ്ണമായിട്ടുള്ള സുഗന്ധം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിസേ തും മേരെ വ്യക്തിത്വമേ വിശേഷ രൂപ സേ പ്യാർ കർത്തേ ഹോ. യഹ് തീക്കാപ്പൻ മേരെ വ്യക്തിത്വമേ ഹി ഹേ. ये मेरे व्यक्तित्व की विशेषता है. तीखापन मेरी व्यक्तित्व की विशेषता है. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശേഷതയായിട്ടവിടെ പറയുന്നത് തീക്കാപ്പൻ എന്നുള്ളതിനെയാണ്. ജിസേ തും വിശേഷ രൂപ സേ പ്യാർ കർത്തേ ഹോ. അതിന് നീ വളരെ പ്രത്യേകമായ രീതിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ആ തീക്ഷ്ണതയെ, ആ സുഗന്ധത്തെ നീ ഇഷ്ടപ്പെട്ടിരുന്നു. യഹ് മേരി വ്യക്തിത്വ കി വിശേഷത ഹേ. യേ തീക്കാപ്പൻ. എന്താണ് വ്യക്തിത്വത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത്? യേ തീക്കാപ്പൻ. ആമ്രമഞ്ജരിക്ക് തീക്കാപ്പൻ की तरह राधा में भी तीक्ष्णता बताई है. ये उसकी व्यक्तित्व की विशेषता है. आम का वह बौर मौसम का पहला बौर था. अछूता, ताज़ा, सर्वप्रथम. मैंने कितनी बार तुम्हें डूब डूब कर कहा है कि मेरे प्राण मुझे कितना गुमान है कि मैंने तुम्हें जो कुछ दिया है वह सब अछूता था, ताज़ा था, सर्वप्रथम, प्रस्फुटन था. प्रस्फुटन എന്ന് പറഞ്ഞാൽ വികസിത്, വിരിഞ്ഞ, ഗിലി ഹുയി എന്നുള്ള അർത്ഥം. സർവപ്രഥം എന്ന് പറഞ്ഞാൽ സബ്സെ പഹലെ, സബ്സെ പഹലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം. ആം കാ വഹ് ബോർ മൗസം കാ. മൗസം എന്ന് പറഞ്ഞാൽ സീസൺ. യേ ആം കാ ബോർ യാ ആമ്രമഞ്ജരി മൗസം കാ പഹല ബോർ താ. ആ സീസണിലെ ആദ്യത്തെ മാമ്പൂവായിരുന്നു, പൂങ്കുലയായിരുന്നു അത്. ഇസ്കെ യഹ് അച്യുതാത്ത. അച്യുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടച്ചബിളാണ്, അതായത് ആരും തൊടാത്തത്. ഇസ്കെ പഹലെ കിസീനെ ഉസെ ചുവാനഹീത്ത. അതിന് മുമ്പ് ആരും തന്നെ തൊട്ടില്ല. കാരണം ആ സീസണിൽ ആദ്യമായി വിരിഞ്ഞ പൂങ്കുലയാണത്. മാവിൻ്റെ പൂങ്കുല എന്ന് പറയുന്നത് ആ സീസണിലെ ആദ്യത്തെ പൂങ്കുലയാണ്. അതുകൊണ്ട് തന്നെ ഏ അച്യുതാത, അതാരും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. താസാത, ഫ്രഷായിരുന്നു, പുതിയതായിരുന്നു. സർവപ്രഥം, സബ്സെ പഹലെ വികസിത് ഹുവാത, ഏറ്റവും ആദ്യം വിരിഞ്ഞതായിരുന്നു. മേനെ കിത്തനി ബാർ തുമ്മെ ഡൂബ് ഡൂബ് കർ കഹാ ഹേ
कि मेरे प्राण मुझे कितना गुमान है। मैंने अनेक बार तुम में डूब डूब कर कहा है, हे मेरे प्राण, हे मेरे प्रियतम, हे कनु, मुझे कितना गर्व है। गुमान എന്ന് പറഞ്ഞാൽ गर्व। मुझे कितना गुमान है कि मैंने तुम्हें जो कुछ दिया है वह सब अच्युता था, ताज़ा था, सर्वप्रथम प्रस्फुटन था। मैंने तुम्हें जो कुछ दिया है ये सब അച്യുത എന്ന് പറഞ്ഞാൽ ആരും തൊടാത്തത്, താസ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളത്, പുതിയത്. और सबसे पहले विकसित था, प्रस्फुटन എന്ന് പറഞ്ഞാൽ विकसित. यहाँ आम्र मंजरी के समान ताज़ा था राधा, वह अच्युता था, ताज़ा था, सबसे पहले विकसित हुआ था, ഖിലി हुई थी. ആ സീസണിലെ ആദ്യത്തെ മാമ്പൂവിന് സമാനമാണ് രാധ എന്നാണ് പറയുന്നത്. മേനെ തുമേ ജോ കുച്ച് ദിയാ ഹേ, ഞാൻ നിനക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അതെല്ലാം ഫ്രഷാണ്, ആരും തൊടാത്തതാണ്, ഏറ്റവും ആദ്യം വിരിഞ്ഞതാണ് എന്നാണ് പറയുന്നത്. तो क्या तुम्हारे पास की डार पर खिली, तुम्हारे कंधों पर झुकी, वह आम की ताज़ी क्वारी तुर्श मंजरी में ही दी, और तुमने मुझसे ही मेरी मांग भरी थी. डार पर എന്ന് പറഞ്ഞാൽ डाली पर, ब्रांच, शाഖ. तो क्या तुम्हारे पास की, तुम्हारे पास एक आम के पेड़ था, ये आम के पेड़ के डाली पर गिली हुई आम्र मंजरी, ये मौसम का पहला मंजरी था. ये आम की डाली तुम्हारे कंधों पर झुकी हुई है, നിൻ്റെ തോളത്തേക്ക് അത് വളഞ്ഞാണ് നിൽക്കുന്നത്. വഹാം കി താസി ക്വാരി തുർശ് മഞ്ജരി മേഹീതി, നിൻ്റെ തോളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന, കുനിഞ്ഞു നിൽക്കുന്ന ആ മാമ്പൂ എന്ന് പറയുന്നത് മേം ഹീതി, ഞാൻ തന്നെയായിരുന്നു. എങ്ങനെയുള്ളതെന്ന് പറയുന്നത് താസി ക്വാരി തുർശ് മഞ്ജരി. താസി എന്ന് പറഞ്ഞാൽ ഫ്രഷ്, ക്വാരി എന്ന് പറഞ്ഞാൽ കുമാരിയായിട്ടെന്നും നിത്യം കുമാരിയായിട്ട് തന്നെ ഇരിക്കുന്നു. തുർശ്, തുർശ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണതയുള്ള സുഗന്ധത്തോടു കൂടിയ ആ മാമ്പൂ എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു. और तुमने मुझसे ही मेरी मांग भरी थी, तुमने मुझसे ही, നീ എന്നെ കൊണ്ട് തന്നെ മേരി മാങ് ഭരി തീ, എൻ്റെ സിന്ദൂർ രേഖ നീയെ എന്നെ കൊണ്ട് തന്നെയാണ് നിറച്ചിരുന്നത്. ആമ്രമഞ്ചരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് തന്നെയാണ് അത് നിറച്ചിരുന്നത്. ഇസ്കാ കാരൻ ക്യാ ഹേ, അതിൻ്റെ കാരണം എന്തായിരുന്നു? ये क्यों मेरे प्रिय, क्या इसलिए कि तुमने बार बार ये कहा है कि तुम अपने लिए नहीं मेरे लिए मुझे प्यार करते हो. हे मेरे प्रिय, मेरे प्रियतम, ये क्यों ऐसा किया, तुमने ऐसा किया, इसका कारण क्या है? इसलिए कि तुमने बार बार ये कहा है, इसलिए तुमने बार बार ये कहा है कि तुम अपने लिए नहीं, നീ നിനക്ക് വേണ്ടിയിട്ടല്ല, മേരെ ലിയെ മുझे പ്യാർ കർത്തേ ഹോ, എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിച്ചിരുന്നത്, പ്രണയിച്ചിരുന്നത്. क्या तुम आम्रमंजरी के रूप में मेरे ही अपनेपन को, मेरे ही आंतरिक अर्थ को, ये ताजगी, क्वारीपन, अच्युतेपन, ये आम्रमंजरी से मेरी मांग में भर रहे थे. അതായത് ഫ്രഷായിട്ടുള്ള കന്യകയായിട്ടുള്ള കുമാരിയായിട്ടുള്ള ആരും തൊടാത്ത ഒരു പൂവ്, അത് മാമ്പൂവ്, ആ രൂപത്തിലാണ് എൻ്റെ സിന്ദൂരേഖയെ നിറച്ചിരുന്നത്. और क्या तुम इसी का प्रमाण दे रहे थे कि जब तुम मेरे ही निजत्व को, मेरे ही आंतरिक अर्थ को मेरी मांग में भर रहे थे, तुम इसी का क्या प्रमाण दे रहे हैं? പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രൂഫ്, അതിനുള്ള തെളിവ് നീ എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട്, നീ പറഞ്ഞ തെളിവ് ഇതാണ്. തും അപ്നെ ലിയെ നഹീം, നീ നിനക്ക് വേണ്ടിയിട്ടല്ല, മേരെ ലിയെ മുझे പ്യാർ കർത്തേ ഹോ, എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിച്ചിരുന്നത്, പ്രണയിച്ചിരുന്നതാണ് നീ അതിന് തെളിവായിട്ട് പറഞ്ഞത്. तुम मेरे ही निजत्व को, मेरे ही आंतरिक अर्थ को मेरी मांग में भर रहे हैं. तुम मेरे വ്യക്തിത്വ को, നിജത്വം എന്ന് പറഞ്ഞാൽ അപ്പനാപ്പൻ അല്ലെങ്കിൽ വ്യക്തിത്വ, നീ എൻ്റെ തന്നെ വ്യക്തിത്വത്തെയാണ്, എൻ്റെ തന്നെ ആന്തരിക അർത്ഥത്തെയാണ് നീ എൻ്റെ സിന്ദൂർ രേഖയിൽ നിറച്ചുകൊണ്ടിരുന്നത്.
और जब तुमने कहा कि मादे पर पल्ला डाल लो तो क्या तुम चिता रहे थे कि अपने इसी निजत्व को, अपने आंतरिक को मैं सदा मर्यादित रखूं, रसमय और पवित्र रखूं, नववधू की बांधी। और जब तुमने कहा कि हे मेरे प्रिय कनु, जब तुमने कहा कि നീ പറഞ്ഞിരുന്നു മാതേ पर पल्ला डालो, മാതേ पर पल्ला डालो എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മൂടാനാണ് പറയുന്നത്. തല മൂടുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നവവധൂക്ക് ലജ്ജ രഖോ, ഒരു നവവധുവിനെ പോലെ ലജ്ജയോടുകൂടി തല മൂടുവാനാണ് ഇവിടെ പറഞ്ഞത്. തുമ്നെ കഹാക്കി അർത്ഥം നവവധൂക്ക് ലജ്ജ രഖോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തോ ക്യാ തും ചിതാരഹേത്തെ, ചിതാരഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കുക, മനസ്സിലാക്കിക്കുക എന്നുള്ള അർത്ഥം. സംസാരഹേത്തെ യാദ് ദിലായ എന്നുള്ള അർത്ഥം. ഇസ്കെ ദ്വാര മാതേ പർ പല്ല ഡാലോ എന്നുള്ള ആ ഒരു കാര്യം മുഖേന ഇസ്കെ ദ്വാര തും മുझे ചിതാ രഹേ തേ, നീ എന്നെ മനസ്സിലാക്കിച്ചിരുന്നു. തും മുझे समझा रहे थे, तुम मुझे समझा रहे थे कि क्या നവവധു की ലജ്ജാ രഖോ, നവവധുവിനെ പോലെ ലജ്ജിക്കാനായിട്ടാണ് നീ പറഞ്ഞിരുന്നത്. कि अपने इसी निजत्व को, अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं, रसमय और पवित्र रखूं, नववधु की बांधी. മര്യാദിത രക്കും എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, മര്യാദയ്ക്ക് സീമാസെ സീമിത രക്കും, അതായത് ആ മര്യാദയുടെ ആ അതിർത്തി അല്ലെങ്കിൽ ആ പരിധി ലംഘിക്കാതെ അത് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. मैं अपने इसी निजत्व को, अपने व्यक्तित्व को, अपने आंतरिक अर्थ को मैं हमेशा नियंत्रित रखूं, मर्यादित रखूं, और ये रसमय और पवित्र रखूं. രസമയ എന്ന് പറഞ്ഞാൽ സരസമായിട്ട് രസം നിറഞ്ഞതായിട്ടുള്ളത്. അവർ പവിത്രമാക്കിയിട്ട് വയ്ക്കും. എന്തിനെ പോലെ? നവവധു കി ബാന്തി, നവവധു കി തര. അവിടെ പറയുന്നതാണ് നവവധുവിനെ പോലെ നിയന്ത്രിച്ച് ആ വ്യക്തിത്വത്തെ, ആന്തരികാർത്ഥത്തെ, അതിനെല്ലാം നിയന്ത്രിച്ച് ഞാൻ എല്ലായ്പ്പോഴും വയ്ക്കും. അതിനെ സരസമായിട്ട്, രസമയമായിട്ട്, പവിത്രമായിട്ട് വയ്ക്കും. എന്തിനെ പോലെ? നവവധു കി തര, നവവധുവിനെ പോലെ. അതായത് അച്യുതേപ്പൻ ക്വാരിപ്പൻ താസകിക്ക് ഹമേശ രക്ഷാകരും, അതായത് ആ പുതുമ, ഫ്രഷായിട്ടുള്ളത്, ആ കന്യകയായിരിക്കുക, ആരും തൊടാത്തതായിരിക്കുക, അതെല്ലാം എപ്പോഴും ആ ഒരു രീതിയിൽ നിലനിർത്താനായിട്ട്, സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. ഹായ് मैं सच कहती हूँ, मैं इसे समझी नहीं समझी, बिल्कुल नहीं समझी. ये सारे संसार से पृथक पद्धति का जो तुम्हारा प्यार है ना, इसकी भाषा समझ पाना क्या इतना सरल है? जिस पर मैं बावरी, जो तुम्हारे पीछे साधारण भाषा भी इस हद तक भूल गई हूँ. यहाँ राधा कहती है, राधा ये है मेरे प्रिय, मैं सच कहती हूँ. मैं सच ഞാൻ സത്യമാണ് പറയുന്നത്. രാധ യെ സമച്ച് നഹി സഖി, രാധയ്ക്ക് അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പശ്ചാത്താപ് കെ സാത്ത് कहती हूँ, मैं പശ്ചാത്താപ് കെ സാത്ത് कहती हूँ. രാധ പറയുന്നത് ഞാൻ വളരെ പശ്ചാത്താപത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇതെനിക്ക് മനസ്സിലാക്കാനുള്ളത്. मैं इसे समझी नहीं, मुझे मैं ये समझ नहीं सकी, ഇതെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ये सारे संसार से पृथक पद्धति का जो तुम्हारा प्यार है ना, ये सारे संसार के, सारी दुनिया के अलग पद्धति है, अलग रीति है. प्यार की तुम्हारी रीति विचित्र है. पृथक എന്ന് പറഞ്ഞാൽ अलग, प्यार की तुम्हारी रीति या पद्धति अलग और विचित्र है. പ്രണയത്തിൻ്റെ നിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, വിചിത്രമാണ്. जो तुम्हारा प्यार है ना, यहाँ प्यार, तुम्हारी प्यार, इसका रीति, इसका पद्धति विचित्र है, अलग है. इसकी भाषा समझ पाना क्या इतना सरल है? इसकी भाषा समझना ഇത്തന സരൾ നഹി ഹി, അതിൻ്റെ ഭാഷ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സരളമായിട്ടുള്ള, ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. തിസ്പർ മേ ബാവരി, ഇസ്പർ, തിസ്പർ എന്ന് പറഞ്ഞാൽ ഇസ്പർ, മേ ബാവരി, ബാവരി എന്ന് പറഞ്ഞാൽ പാഗൽ, നാദാൻ എന്നുള്ള അർത്ഥം. ഇസ്പർ മേ പാഗൽ ഹോം നാദാൻ ഹോം.
जो तुम्हारे पीछे साधारण भाषा भी इस हद तक भूल गई हूँ. तुम्हारे प्यार के पीछे मैं हमेशा पड़ी हूँ. നിൻ്റെ പ്രണയത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ എല്ലായ്പ്പോഴും. इस समय तुम्हारे पीछे साधारण तुम्हारे प्यार के पीछे साधारण भाषा भी मैं भूल गई हूँ. एक हद तक ഒരു പരിധിവരെ സാധാരണ പ്രയോഗിക്കേണ്ട ഭാഷകൾ പോലും ഞാൻ മറന്നുപോയിരിക്കുകയാണ്. कि श्याम ले लो पुकारती हुई हाट बाट में नगर डगर में अपनी हंसी कराती घूमती हूँ. कि श्याम ले लो ഇവിടെ ഗോപികമാർ ചെയ്യുന്നൊരു പണിയാണ്. കടയിൽ കൊണ്ടുപോയിട്ട് വിളിച്ച് പറഞ്ഞ് ദതിയിലേലോ എന്ന് വിളിച്ച് പറഞ്ഞാണ് അവർ വിറ്റിരുന്നത്. അതായത് തൈര് വെണ്ണ സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ സാധാരണ ഉപയോഗിക്കേണ്ട ഭാഷ പോലും രാധ കൃഷ്ണൻ്റെ പ്രണയത്തിൻ്റെ മുന്നിൽ അതുപോലും മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കി ശ്യാം ലേലോ പുക്കാർത്ത് ഹുയി ഹാട്ട് ബാട്ട് മേ. ഹാട്ട് എന്ന് പറഞ്ഞാൽ ബാസാർ മാർക്കറ്റ് എന്നുള്ള അർത്ഥമാണ്. ബാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ്, തെരുവ്, ഗലി. നഗർ ഡഗർ മേ, നഗർ എന്ന് പറഞ്ഞാൽ നഗരത്തിൽ, ഡഗർ എന്ന് പറഞ്ഞാൽ നാൽക്കാവൽ അല്ലെങ്കിൽ റോഡ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ തുമാരി പ്യാർ സേ മേ ഉന്മത്ത് ഹോഗി. उस समय ददी ले लो पुकारते समय उसके बदले मैं श्याम ले लो पुकारती हुई बाजार में गया. ഇവിടെ പറയണ ഞാൻ ദതി ലേലോ എന്ന് വിളിച്ച് പറയേണ്ടതിന് പകരം അവിടെ ശ്യാം ലേലോ എന്നാണ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് പോയത്. നഗർ ഡഗർ മേ അപ്നി ഹസി കരാത്തി ഗുംതി ഹൂം. ആ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ ദതി ലേലോ എന്നുള്ളതിന് പകരം ശ്യാം ലേലോ കണ്ണനെ വേണോ എന്ന് ചോദിക്കുന്ന പോലെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ ആ മാർക്കറ്റിലെ കടയിലുണ്ടായിരുന്നവരും തെരുവിലുണ്ടായിരുന്നവരും ആ നഗരത്തിലുണ്ടായിരുന്നവർ ഹോട്ടലുണ്ടായിരുന്നവരെല്ലാവരും എന്ത് ചെയ്തു പറയുന്നത് അപ്നി ഹസി കരാത്തി ഹേ, അവളെന്നെ കളിയാക്കുകയാണ് ചെയ്തത്. ദതി ബേച്ചനെ ചലത്തെ സമയം ശ്യാം ലേലോ പുക്കാർത്തി ഹേ. इसी प्रकार गलियों, बाज़ारों, नगरों, सड़कों पर सभी लोग हंसी का पात्र बनकर घूमती हूँ. मैं हंसी का पात्र बना. ഞാൻ അങ്ങനെ പരിഹാസപാത്രമായിട്ട് മാറി. मैं ऐसी मूर्ख हूँ. फिर मैं अगर अपनी मांग पर आम के बौर की लिपि में लिखी भाषा का ठीक अर्थ नहीं समझ पाई तो इसमें मेरा क्या दोष. मेरे ലീലാ ബന്ധു നേരത്തെ പറഞ്ഞ നമ്മളെ കളിക്കൂട്ടുകാരൻ കേളിസക പറയണേ, अगर अपनी मांग पर आम के बौर के रूप में लिखी भाषा का अर्थ में ठीक तरह से नहीं समझ पाई. ആ മാമ്പൂവ് എന്ന് പറയുന്നത് എൻ്റെ സിന്ധൂരേഖയിൽ മാമ്പൂവ് നിറയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിയായ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മേ ഐസി മൂർഖു, ഞാനൊരു അങ്ങനെ ഒരു വിഡ്ഢിയാണ്. ഇസ്മേ മേരാ ദോഷ് ക്യാ ഹേ, അതിലെൻ്റെ ദോഷം എന്താണ്, എൻ്റെ കുറ്റം എന്താണ്. ആജ് ഇസ് നിവൃത് ഏകാന്ത് മേ तुमसे दूर पड़ी हूँ और तुम क्या जानो कैसे मेरे सारे जिस्म में आम के बोर टीस रहे हैं और उनकी अजीब सी तुर्स महक तुम्हारा अजीब सा प्यार है जो संपूर्णतः बांध कर भी संपूर्णतः मुक्त छोड़ देता है. आज इस निवृद एकांत में, निवृद निश्चल निर्जन अर्थम. आज इस निवृद एकांत में, इस निर्जन एकांत में, ഏകാന്ത പ്രദേശ് മേ മേ അക്കേലി ഹൂം. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഏകാന്തമായ ഈ പ്രദേശത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. തുംസേ ദൂർ പടി ഹോം, എന്താണ് പറയുന്നത്, നിന്നിൽ നിന്ന് ഞാൻ ഒരുപാട് അകലെയാണ്, പിണങ്ങിയിരിക്കുകയാണ്. और तुम क्या जानो कैसे मेरे सारे जिस्म में आम के बहुत टीस रहे है. ടീസ് രഹ എന്ന് പറഞ്ഞാൽ ദർദ് കർണ, പീഡ കർണ എന്നുള്ളത്, വേദനിപ്പിക്കുക. ജിസ്മ ശരീരം മുന്നേ വന്നിട്ടുണ്ടത്. തും മേ അക്കേലി ഹോം, मैं तुमसे दूर पड़ी हूँ. मेरे विरह दुख के बारे में तुम क्या जानते हो. എൻ്റെ വിരഹ ദുഃഖത്തെക്കുറിച്ച് നിനക്കറിയാമോ. मेरे सारे शरीर में, मेरे सारे जिस्म में, എൻ്റെ ശരീരം മുഴുവനും ആം കെ ബോട്ടീസ് രഹേ ഹേ, ഈ മാമ്പൂവ് എന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. और उनकी अजीब सी तुर्स महक तुम्हारा अजीब सा प्यार है. ഇനി ഈ സാമ്രബവർ की विचित्र, अजीब सी എന്ന് പറഞ്ഞാൽ വിചിത്ര, തുർസ് तीखापन, ये तीखा सुगंध, तुर्स सुगंध महक എന്ന് പറഞ്ഞാൽ തീക്ക സുഗന്ധ്. ഈ മാമ്പൂവിൻ്റെ തീക്ഷ്ണമായ സുഗന്ധം എന്ന് പറയുന്നത് തുമാര അജീബ് സാ പ്യാർ ഹേ, നിൻ്റെ വിചിത്രമായിട്ടുള്ള പ്രേമമാണ്, പ്രണയമാണ്.
तुम्हारा विचित्र प्रेम आम बौर की विचित्र और तीखी सुगंध के समान मेरे सारे अंग में व्याप्त हो रहा है, फैल रहा है. ഇതിൻ്റെ വിചിത്രമായ പ്രണയം എന്ന് പറയുന്നത് ഈ മാമ്പൂവിൻ്റെ വിചിത്രമായ തീക്ഷ്ണമായ സുഗന്ധത്തിന് സമാനമായിട്ട് എൻ്റെ ഓരോ അവയവത്തിലും എൻ്റെ ഓരോ ഭാഗത്തും വ്യാപ്ത് ഹോ രഹാ ഹേ, ഫൈൽ ഹോ രഹാ ഹേ, വ്യാപിച്ചിരിക്കുകയാണ്. जो संपूर्णतः बांध कर भी संपूर्णतः मुक्त छोड़ देता है. जो संपूर्णतः पूर्ण रूप से बांध कर भी പൂർണ്ണമായിട്ട് ബന്ധിച്ചിട്ട് പോലും संपूर्णतः मुक्त छोड़ देता है, पूर्ण रूप से मुक्त बनाकर छोड़ देता है. तुम्हारा प्यार विचित्र है, तुम्हारा विचित्र प्यार मुझे पूर्ण रूप से बांध कर भी संपूर्ण रूप से पूर्ण रूप से मुझे मुक्त बनाकर छोड़ देता है. പൂർണ്ണ രൂപത്തിൽ എന്നെ സ്വതന്ത്രയാക്കാനായിട്ട് അതിനെക്കൊണ്ട് എൻ്റെ സ്നേഹത്തെ കൊണ്ട് പ്രണയത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അർത്ഥാത് പൂർണ്ണ പ്രേം കെ ആലിംഗൻ മേ ബന്ദ് കർ ഭി അച്യുത ഹി രഹ്നെ ദേത്താ ഹി. അതായത് പൂർണ്ണമായിട്ടുള്ള പ്രണയത്തിൻ്റെ ആലിംഗനത്തിൽ മുഴുകിയിട്ട് പോലും ആരും തൊടാത്തതായിട്ടാണ് അവിടെ രാധ ഇപ്പോഴും നിൽക്കുന്നത്. സമ്പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്രമായൊക്കെയാണ് ചെയ്യുന്നത് പൂർണ്ണ രൂപത്തിൽ. छोड़ क्यों देता है प्रिय, क्या हर बार इस दर्द के नए अर्थ समझाने के लिए. हे प्रिय, हे प्रियतम, हे मेरे प्राण, तुम क्यों छोड़ देता है. क्या हर बार इस दर्द के नए अर्थ को समझाने के लिए എന്ന് പറയണേ എന്താണ്. ക്യാ ഇസ് ദർദ് കോ ഹർ ബാർ, ഓരോ പ്രാവശ്യവും ഈ വേദനയുടെ പുതിയ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണോ തും ഐസ കർത്തേ ഹോ, നീ അങ്ങനെ ചെയ്യുന്നത്. ബാർ ബാർ തുമാരാ പ്യാർ മുജ്മേ നയേ സംഖ്യേത് ഓർ അർത്ഥ ബരി ഹുയി ഹേ. ഓരോ പ്രാവശ്യം നിൻ്റെ പ്രണയം എന്ന് പറയുന്നത് എന്നിൽ പുതിയ പുതിയ സൂചനകൾ അർത്ഥങ്ങളാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്സേ വേദന ബി പൈദാ കർത്താ ഹേ, അതിൽ നിന്ന് വേദനയാണ് ഉണ്ടാകുന്നത്. തുമാരെ പ്രേം കി വേദന വിചിത്ര ഓർ മീട്ടി ഹേ. നിൻ്റെ പ്രണയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്, വളരെ മാധുര്യമേറിയതാണ്. ഇവിടെ राधा कृष्ण के सामने संपूर्ण रूप से समर्पित करना चाहती है. कृष्ण तो उसे चिर तासा और कुआरी बनने के लिए चाहता है. ഇവിടെ കൃഷ്ണനെ എല്ലാം സമർപ്പിക്കാൻ, പൂർണ്ണമായി സമർപ്പിക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ കൃഷ്ണനാണെങ്കിൽ രാധയെ ഇന്നും സ്ഥിരമായിട്ട് ഫ്രഷായിട്ട് പുതിയതായിട്ട് ആരും തൊടാത്തതായിട്ട് വെക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. കബി രാധ ഉസ്കി പത്നി കാ പദ് പ്രാപ്ത നഹി ഹോത്തി. ഒരിക്കലും ഭാര്യ എന്ന് പറയുന്ന പദം അവൾ അലങ്കരിച്ചിട്ടില്ല. യദി ബി ഉസ്കി മാങ് ബരി ഹേ തോ വഹു ബി ക്വാരി ഹേ. ഞവളുടെ ആ സിന്ദൂര രേഖ നിറച്ചിരുന്നു എന്ന് പറഞ്ഞു, എങ്കിലും അവൾ എങ്ങനെയാണെന്ന് പറയുന്നത് കന്യകയാണ്, കുമാരിയാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മഞ്ചരി പന്നയിലെ രണ്ടാമത്തെ ഭാഗമായ ആദ്യത്തെ ആമ്ര ബൗർക്ക ഗീതായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ ആമ്ര ബൗർക്ക അർത്ഥാണ്. രണ്ട് നമ്മൾ അവസാനിച്ചു. അടുത്തത് തും മേരെ കോൻ ഹോ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.